ഹായ്, ഞാൻ ധന്യ. ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ ഫ്രൈ ആണ്. വളരെ ടേസ്റ്റിയും അത്യാവശ്യം സ്പൈസിയുമായിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ആണിത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായി ഒരു പാനിലേക്ക് കുരുമുളക് ഒരു ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയാണ്, പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ മുളക്, വറ്റൽ മുളക് ഒരു 7 മുതൽ 10 വരെ നിങ്ങളുടെ എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. ഞാൻ കുറച്ച് കാശ്മീരി ചില്ലി കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പം എല്ലാം നന്നായി റോസ്റ്റായി വന്നിട്ടുണ്ട്. അതിനുശേഷം അതിലേക്ക് ഗരം മസാല ഒരു 1/2 ടീസ്പൂണും അല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. പാത്രത്തിന്റെ ചൂട് കൊണ്ട് അതും നന്നായി റോസ്റ്റായി കിട്ടിക്കൊള്ളും. ഇനി ഈ മസാലകളെല്ലാം തണുത്തതിന് ശേഷം മുളകിന്റെ തണ്ടെല്ലാം മാറ്റി എല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ചെറിയ തരിതരിപ്പോടെയാണ് ഞാനിവിടെ പൊടിച്ചിരിക്കുന്നത്. 1/2 കിലോ ചിക്കനാണ് ചിക്കൻ ഫ്രൈക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഈ മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, ലെമൺ ജ്യൂസ് 1 ടീസ്പൂൺ, അധികം പുളിയില്ലാത്ത തൈര് 1 ടേബിൾ സ്പൂൺ, ഒരു മുട്ട, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യുന്നതിൽ നല്ലത് കൈ കൊണ്ട് നന്നായി മിക്സ് ചെയ്യുന്നതാണ്. ഇനി ഇതിലേക്ക് കോൺഫ്ലോർ 1 ടേബിൾ സ്പൂൺ, അരിപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. 1 ടീസ്പൂൺ എണ്ണ കൂടി ചേർക്കുന്നുണ്ട്. ഒരു 2 മണിക്കൂർ വെക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. അറ്റ്ലീസ്റ്റ് അരമണിക്കൂറെങ്കിലും വെക്കണം. ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് വറക്കാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ചിക്കൻ്റെ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇത് നമുക്ക് നന്നായി വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില എന്തോരം ഇടുന്നു അത്രയും നല്ലതാണ്. അതിൻ്റെ ഫ്ലേവർ നല്ലതായിരിക്കും. ഒരു സൈഡ് ആയി കഴിയുമ്പോൾ അത് മറിച്ചിട്ട് കൊടുക്കാം. നമ്മുടെ ചിക്കൻ ഇവിടെ ഓൾമോസ്റ്റ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് നമുക്ക് ഒരു ബൗളിലേക്ക് കോരി മാറ്റാം. വളരെ ടേസ്റ്റി ആയ ഒരു ചിക്കൻ ഫ്രൈ ആണിത്. നിങ്ങൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു സോ മച്ച്. അടുത്ത റെസിപ്പിയിലൂടെ വീണ്ടും കാണാം.